ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കുറച്ചൊരു റിക്വസ്റ്റ് ചെയ്ത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ച് ഇനി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഇന്ന് തുടങ്ങാന്ന് വിചാരിച്ച്. ഫസ്റ്റ് വീഡിയോ കാരണം എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെയാണ് എടുക്കേണ്ടത്, ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എങ്ങനെ എടുക്കണമെന്ന് പറഞ്ഞൂടെ. അപ്പൊ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ ഷോർട്സ് ആണ് മിക്കവർക്ക് അറിയാൻ പറ്റും. നമുക്കൊരു ഷോപ്പ് ഉണ്ട്, സാധാ ഒരു ഷോപ്പ് ഉണ്ട്, വൈപ്പിൻ പുതിയപ്പിലുണ്ട്. അപ്പൊ ഞാനും ബേബി അപ്പം കൂടെ ഒരുമിച്ച് ആ ഷോപ്പിൽ പോണത്. അപ്പൊ രാവിലെ തൊട്ടുള്ള റൂട്ടീനായിട്ട് തുടങ്ങാന്ന് വിചാരിച്ച്. ഇനി ബേബിക്കുള്ള ഫുഡ്, പിന്നെ ഞങ്ങളുടെ ഫുഡൊക്കെ ഉണ്ടാക്കണം. പിന്നെ ബേബി ഞാൻ ചിലപ്പോ തന്നെ അവള് എണീറ്റിട്ടുണ്ട്. അപ്പം ഇവിടെ കിടക്കുന്നുണ്ട്. ഞാൻ ബ്രഷൊക്കെ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കണത്. ബ്രഷൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ഒരു സമയം ഒരു 7 കാലൊക്കെ ആയിട്ടുണ്ടാവും. അപ്പൂന്റെ ഉമ്മ വർക്ക് ഉണ്ട്, അപ്പൂന്റെ ഉമ്മാക്ക്. അപ്പൊ രാവിലെ തന്നെ അമ്മായി പോയി. ഒരു കൊട്ടാരത്തി ഷെഫാണ് അമ്മായി. രാവിലെ തന്നെ പോയി. ഞങ്ങളുടെ കലാപരിപാടികളാണ്. പെട്ടെന്ന് 9 മണിക്കൂർ, 9:30, 10 മണിക്കൂർ ധൃതി പിടിച്ച് നമ്മ പോകും. കാരണം 10:30 ഷോപ്പ് തുറക്കണം. രാവിലെ ഒരു 4 മണിയൊക്കെ ആയിട്ടുണ്ട്. നമ്മ പൊക്കത്താ താമസിക്കണത്. ഞാൻ എണീറ്റപ്പോ തന്നെ എണീറ്റപ്പം റുവാപ്പി 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 നോക്കി നോക്ക് റുവാബി ഫുഡ് ഉണ്ടാക്കി തെച്ചിമ്മി റുവാപ്പി റുവാപ്പി ഉറക്കപ്പിച്ചിലാണ്. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് അച്ചുക്കാന്റെ കടയിൽ നിന്ന് അവിടെ നല്ല സവാളയും മീൻകറിയൊക്കെ കിട്ടും. രാവിലെ തന്നെ ചൂട് സവാളയും നല്ല ടേസ്റ്റ് ആണ്. മട്ടൻ ചാപ്സ് അത് കിട്ടും. നമുക്ക് ഇന്നലെ തന്നെ രാത്രി പറഞ്ഞിട്ടുണ്ടായി നമുക്ക് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാന്ന്. അപ്പൊ ഉച്ചക്കത്തേക്ക് കുറച്ച് ചിക്കൻ ഇരിക്കണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച ആ ചിക്കൻ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ പോകാന്ന് വിചാരിച്ച്. പിന്നെ റുവപ്പിക്കുള്ള ഫുഡ് റെഡിയാക്കണം. അവളിപ്പ ഈ റാഗിയും അമൃതപ്പൊടിയൊക്കെ തിന്നത് മടുത്ത്, എപ്പോഴും അതിനെ കൊടുത്ത് മടുത്തിട്ട് ആളിപ്പോ കഴിക്കൂല. അപ്പൊ ഞാൻ വിചാരിച്ച് ഈ പംകിൻ ഇല്ലേ, നമ്മുടെ മത്തങ്ങ, അത് ഞാനൊക്കെ ഇങ്ങനെ നല്ലോണം വേവിച്ചിട്ട് നമ്മുടെ ഫോർമുല മിൽക്കില അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കില നല്ലോണം മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കും. അത് ഇഷ്ടമാണ് ആൾക്ക്. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കാന്ന് വിചാരിച്ച്. നമ്മുടെ ഡെയിലി ഇങ്ങനെ ഷോപ്പിൽ പോണ കാരണം ഡ്രസ്സ് ഡെയിലി മാറ്റുന്ന കുറെ ഡ്രസ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇനി വാഷിംഗ് മെഷീനിലെ ഡ്രസ്സ് ഇടണം. പിന്നെന്താ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കടയിൽ നിന്ന്. അപ്പൊ ഇനിയിപ്പോ അപ്പൂനെ വിളിക്കട്ടെ. അപ്പൂനെ വിളിക്കാനാണ് ടാസ്ക്. ഇനി കുറെ നേരം ഇതായി നിന്ന് കടയിൽ പോയി സാധനം മേടിക്കുമ്പോ തന്നെ ഒരു ടൈം ആകും. അപ്പൊ നമുക്ക് ആദ്യമേ അപ്പൂനെ വിളിച്ചിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ ഡ്രസ്സ് ഇടാം. അപ്പൂനെ പോയി വിളിക്കണം. ബേബി കയ്യിലുണ്ടിട്ട കരച്ചിലാണ്. ലേറ്റ് ഇട്ടെ ആദ്യം വിളിക്കട്ടെ. റാപ്പിനെ വിളിക്കട്ടെ. ലേറ്റ് ഇട്ടെ ട്ടാ. ഹലോ, എണീറ്റ് ഒരു സാധനം വാങ്ങാനുണ്ട് കടയിൽ നിന്ന്. എനിക്ക് വീഡിയോ എടുത്തേക്കണേ. എനിക്ക് കൊച്ചിനെ പിടിക്കാൻ, കൊച്ചിനായിട്ട് പോകോ ബേബി? കടയിൽ പോകണ്ട. എനിക്ക് വാഷിംഗ് മെഷീൻ ഡ്രസ് എടുക്കണം. ഞാൻ ഇന്നലെ രാത്രി ഇട്ടതാണ്. ഫുള്ള് വിരിച്ചിട്ട് കണ്ടോ, ഞാൻ ഡ്രസ്സ് വിരിച്ചിടാൻ വേണ്ടി ഹോളിലോട്ട് വന്നപ്പോ അടുത്തത് ഇവിടെ വന്ന് കിടക്കും. ഈ കൊറേ നേരം ഇവിടെ കിടന്ന് കൊച്ചിനെ കസ ചെയ്തിട്ട് ആള് കിടന്നുറങ്ങണ്. എനിക്കൊന്ന് എനിക്ക് റുവാപ്പി റുവാപ്പി ഹലോ വാഹനക്ക് അപ്പുറം ബേബിനായിട്ട് പോണാണ്. അപ്പത്തേക്കും എന്റെ കുറച്ച് പണികള്, സവാള അരിയിലും മസാലയൊക്കെ എടുത്ത് വെക്കാം. ഫോട്ടോ ആക്കാം. ഓൾറെഡി നെയ്ച്ചോറ് ഉണ്ടാക്കി ഞാൻ. പിന്നെ ചിക്കൻ ഞാൻ ഐസ് വിടാൻ വേണ്ടി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഒരു തട്ടിക്കൂട്ട് റോസ്റ്റ് ഉണ്ടാക്കാലോന്ന് വിചാരിച്ചിട്ട്. പിന്നെ റുവാപ്പിക്ക് ഇങ്ങനെ അമൃതപ്പൊടി റാഗിയൊക്കെ കഴിച്ചിട്ട് മടുത്തിട്ട് ഞാൻ വിചാരിച്ചു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും മാറി മാറി കൊടുത്താൽ പിള്ളേർ കഴിക്കുമല്ലോ. അതിനുവേണ്ടി പംകിൻ ഞാൻ വേവിക്കാൻ വേണ്ടി ഇട്ട്. പിന്നെ റവ വെച്ചിട്ടൊരു സാധനം അവിടെ പോകുമ്പോ കൊടുക്കാൻ വേണ്ടി റവ വെച്ചിട്ടൊരു കുറുക്കും ഉണ്ടാക്കണേണ്. പിന്നെ ചോറൊക്കെ എന്റെ വീട് അടുത്തായ പിന്നെ ചോറൊക്കെ ഉണ്ടാക്കി വീട്ടിൽ പോയിട്ട് അടിച്ചു കൊണ്ടുവരുന്നത്. എന്താണ് അപ്പൊ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. മസാലയൊക്കെ എടുത്ത് ഞാൻ ഓൾറെഡി സവാളയൊക്കെ മസാലയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്.
സാധാ ഒരു തട്ടിക്കൂട്ട് റോസ്റ്റ് പോലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ വെള്ളം ഞാൻ ഈ പണികളൊക്കെ ഡെയിലി എപ്പോഴും അതെ ഈ പണികളൊക്കെ ചെയ്യുന്ന ഡെയിലി ഞാൻ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കും. ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ് ഇങ്ങനെ വെള്ളം കുടിക്കണം നല്ലതാണല്ലോ. ഞാനിങ്ങനെ വെള്ളം ഇങ്ങനെ സിപ്പ് ചെയ്തോണ്ടേയിരിക്കും. ഇനി കുറച്ച് പണികളൊക്കെ ഒതുങ്ങി കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കണം. അതും നമുക്ക് റെഡി ആയിട്ട് നേരെ ഷോപ്പിലോട്ട് പോവാം. ലേറ്റ് ആയി അപ്പൂനെ വിളിച്ചോണ്ടിരിക്കും, റെഡിയാവും. കാരണം 10:30 നമുക്ക് ഷോപ്പ് തുറക്കാമല്ല. റുവാപ്പയ്ക്ക് ഓൾറെഡി ഫുഡ് കൊടുത്ത് ഇതൊക്കെ ഒന്ന് ഒതുക്കി കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് റെഡിയായി പോവാം. അങ്ങനെ അച്ചിക്കാന്റെ കടയിന്ന് നല്ല പത്തിരിയും സവാളജിയും മട്ടൻ ചാപ്സും മീൻകറിയും കൂടെ അല്ലേ മിക്സ്. മട്ടൻ ചാപ്സ് മീൻകറി കിട്ടിയില്ല. മട്ടൻ ചാപ്സും പത്തിരിയും സവാളജിയും നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നലെ ഞാൻ ഷോപ്പിൽ വരാത്തതിന്റെ കോലോണി കാണിച്ചിരിക്കണം. ഫുള്ള് എല്ലായിടത്തും വലിച്ചാരിട്ടുണ്ട്. ഇന്നലെ ഞാൻ എന്റെ വീട്ടിലാണ് നിന്നത്. കടയിലോട്ട് വന്നില്ല. അപ്പൊ ഒച്ചക്കാർന്നു, സ്റ്റാഫും ഉണ്ടായില്ല. അപ്പൊ എല്ലാം വലിച്ചാരിട്ടുണ്ട്. കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്നതിനും ഇതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. സ്റ്റാഫ് ഒരു 10:30 മണിയൊക്കെ ആവും വരുമ്പോ. ഒരു 10:10 ആയിട്ടുണ്ട്. ഒന്നും ഇട്ടിട്ടില്ല. ഡമ്മിയൊക്കെ ഫുള്ള് കാലിയടിച്ച് കിടക്കും. കടയുടെ കോലം തന്നെ മാറിയേക്കുന്നു. എന്താണ് ഡമ്മിക്കൊരു ചെമ്മിട്ട് കൊടുത്തിട്ടുണ്ടോ? ഇതൊക്കെ ഒന്ന് മടക്കി കസ്റ്റമേഴ്സ് ആരെങ്കിലും വന്നതിനും ഇതൊക്കെ ഒന്ന് മടക്കി ക്ലീൻ ആക്കണം. ടൈം ഒരു 2:45. അപ്പൊ നല്ല ഉറക്കമാണ്. ഡ്രസ് റൂമിൽ കിടന്ന് എപ്പോഴും ഉറക്കമാണ്. ഇപ്പൊ നമ്മ ഓർഡർ ചെയ്ത കൊറിയറൊക്കെ വന്നിട്ടുണ്ടായി, ഡെലിവറി ചെയ്തിട്ടുണ്ടായി. അപ്പൊ എണീച്ച പാട് തന്നെ ഫുഡ് എടുക്കുന്നിട്ടാണ് എണീച്ചത്. അപ്പൊ ഇനി ഫുഡ് എടുക്കട്ടെ. നല്ല ഗീ റൈസും ചിക്കൻ റോസ്റ്റൊക്കെയാണ്. അപ്പൊ ഇവിടെ ലാപ്ടോപ്പിൽ അവള് ഭയങ്കര വിളവായിട്ട് ഓരോ കാർട്ടൂൺ വെച്ച് കൊടുത്തിട്ടിരിക്കുന്നു. കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്ത് അടങ്ങിയിരിക്കും. ഇപ്പത്തേ കറിയൊക്കെ കൊട്ടിക്കളയണായിരുന്നു. ഭയങ്കര വിളവാണ് ഇപ്പൊ. നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് റുവാപ്പി നല്ല ഉറക്കമെന്ന്. റുവാപ്പി കുറച്ചു നേരത്തോളം എണീച്ചിട്ട് അങ്ങനെ ഞാനൊരു റുവാപ്പിയും കൊണ്ട് ഇവിടെ അടുത്തുള്ള ഒരു ബേക്കറി പോയി. അവിടെ നല്ല പപ്സ് കിട്ടും, നല്ല ടേസ്റ്റാണ്, നല്ല ചൂട് പപ്സ് കിട്ടും. അത് പ്രതീക്ഷിച്ചാ പോയത്. പക്ഷെ അവിടെ എല്ലാം തീർന്നിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു സംഭവം ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. അപ്പൊ വാങ്ങിച്ചു നോക്കിയാണ്. മടക്ക് പോലത്തെ ഒരു സംഭവം കൊള്ളം, നല്ല ടേസ്റ്റ്. തേങ്ങയും ഉള്ളി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ അത് വെറുതെ കഴിച്ചു വെക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഉച്ചക്ക് ഫുഡ് അങ്ങനെ കഴിച്ചില്ല, നെയ്ച്ചോറ് കുറച്ച് കഴിച്ചോളൂ. അപ്പൊ നല്ല വിശപ്പുണ്ടായി. അപ്പൊ അതങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പൂ പുറത്തു പോയേക്കാണ്. അപ്പൂ ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ബോറടിക്കുമ്പോ അപ്പൂ ഇങ്ങനെ പുറത്തൊക്കെ നടന്ന് ഫുഡൊക്കെ കഴിച്ച് കുറച്ചൊക്കെ ഉണ്ടൊക്കെ വരും. അപ്പൊ ഞാനൊരു വാപ്പിയും ഇവിടെ ഒറ്റക്കാണ്. സ്റ്റാഫ് വാഷ്റൂമിൽ പോയേക്കാണ്. നമ്മളിപ്പോ വാപ്പിന്റെ കടയിലോട്ട് പോണേണ്. ഇവിടെ ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു ടോപ്പ് ചോദിച്ചത് വാപ്പിന്റെ കടയിലുള്ളൂ. അപ്പൊ അവിടെ പോയിട്ട് എടുക്കാൻ വേണ്ടി പോണേണ്. ഒരു വാപ്പിനെ കുളിപ്പിച്ച് മേലേക്ക് അയപ്പിച്ച് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത്. ഞാൻ ഷോപ്പ് വരുമ്പോ കൂടുതൽ അവർക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടിപ്പിച്ച് കൊടുക്കാറുള്ളൂ. കാരണം കുറച്ചും കൂടെ നൈസ് ക്ലോത്ത് ആണ്. അവർക്ക് ഇതായിരിക്കും കംഫർട്ട്. നമ്മുടെ ഷോപ്പില് സ്റ്റാഫിന് നിർത്തിയിട്ടാ പോണത്. പിന്നെന്താണ് എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല വിശപ്പുണ്ട്. അവിടെ പോയി ഫുഡ് കഴിക്കാം. അവിടെ പോയി ഫുഡ് കഴിക്കാന്ന് തന്നെയാണ്. അവിടെ നല്ല ജംഗ്ഷൻ ആയത് കാരണം നല്ല ബജ്ജീസ് ഒക്കെ കിട്ടും അവിടെ. അപ്പൊ അത് കഴിക്കാൻ വേണ്ടി പോണത്. ഇന്നാണ് 10K സബ്സ്ക്രൈബേഴ്സ് ആയത്. അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. വിചാരിച്ചില്ല കുറച്ച് നാൾക്കുള്ളിൽ 10K ആവും. എനിക്ക് സത്യം പറഞ്ഞ നല്ല സന്തോഷമുണ്ട്. ഈ നല്ല നല്ല മെസ്സേജസ് ഒക്കെ വരും കേട്ടോ. കുറെ പേര് മെസ്സേജ് ഒക്കെ അയക്കും, നല്ല നല്ല മെസ്സേജ്. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ എനിക്ക് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ അറിഞ്ഞൂടാ. ഇപ്പൊ ഡേ ഇൻ മൈ ലൈഫ് ആയാലും എങ്ങനെ എടുക്കണം അങ്ങനെയൊന്നും അറിഞ്ഞൂടാ. അപ്പൊ ഇനി നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതാണ് വാപ്പിന്റെ ഷോപ്പ്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഷോപ്പും. സാധാ ഒരു ഷോപ്പാണ്. വാപ്പി ഇപ്പൊ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും അപ്പുറത്ത് ഇതേപോലെ തന്നെ ഷോപ്പ് ഇടാനുണ്ട്. ഇതെന്നെ ഫസ്റ്റത്തെ ബ്രദർ ഇപ്പു. ഇത് സെക്കൻഡ് ബ്രദർ അനു ആണ്. ഫ്രീ ഫയർ അഡിക്റ്റ് ആണ്. ഫോണിൽ കണ്ടെടുക്കൂല. ഇവിടെ ഉമ്മയാണ് എപ്പോഴും ഇരിക്കണം. ഉമ്മിന് വന്നില്ല. ഉമ്മിയും വാപ്പിന്റെ വീട്ടില് റെസ്റ്റ് എടുക്കണം. ഉമ്മിന് വന്നില്ല. ഇവന്മാര് വരാറില്ല. വന്നാലും വലിയ ഉപകാരമൊന്നുമില്ല. ഇന്നും ഉമ്മില്ലാത്ത കാരണം 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് എന്താണ് പറയാനുള്ളത് രണ്ടുപേർക്കും? 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നമുക്ക് ഗിവ് അവേ ഐഫോൺ 16 Pro Max ആണ് നമുക്ക് ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാൻ. എന്താണ്
ഫുഡ് നമുക്ക് ലോങ് എവിടെയെങ്കിലും ട്രിപ്പ് പോവാന്നൊക്കെ പ്ലാൻ ചെയ്യണ്ടിക്കാക. അപ്പൊ നമ്മളാ ഇക്കാക സ്പോൺസർ എല്ലാം ചെയ്യാന്ന് പറയുന്നത്. ആ ജമ്മു കാശ്മീരിലൊക്കെ കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. എന്താന്ന് അറിയില്ല. 10K സെലിബ്രേഷൻ ആണ്. അപ്പൊ എന്താണ് പറയാനുള്ളത്? ഈ പറഞ്ഞു ചെലവ് മാത്രം. അതെ, ചെലവ് അത്രേ ഉള്ളൂ. അങ്ങനെ ഷോപ്പ് ക്ലോസ് ചെയ്യണ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇന്ന് ഞങ്ങൾ എന്റെ വീട്ടിലോട്ടാ വന്നത്. ഉമ്മയ്ക്ക് വയ്യാണ്ട് ഉമ്മ ഷോപ്പിൽ പോയിട്ടുണ്ടായില്ല. വാപ്പയാണെങ്കിൽ വാപ്പയ്ക്ക് എറണാകുളത്ത് ഫുട്പാത്തില് ഇതേപോലെ തന്നെ ഡ്രസ്സിന്റെ കച്ചവടമുണ്ട്. അപ്പൊ വാപ്പി എറണാകുളത്ത് വെക്കണാറ് ഉമ്മ ഒറ്റക്കാർന്ന്. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇപ്പൊ അതിനൊന്നും അവരുടെ ഷോപ്പ് പൂട്ടിയിട്ട് വന്നിട്ടില്ല. എനിക്കിനി കുളിച്ച് ഫ്രഷ് ആവണം. ഉമ്മ ഇപ്പൊ ബീഫ് ഫ്രൈ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി അത് കിച്ചണിൽ കയറിയിട്ട് എന്തൊക്കെ ഉണ്ടാക്കിക്കണമെന്ന് നോക്കട്ടെ. ഉമ്മ നല്ല ചട്ടിയിലേക്ക് ഇട്ട് നല്ലോണം കുരുമുളകൊക്കെ ഇട്ടിട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടിയിട്ട് നമുക്ക് ചോറ് കഴിക്കാം. അപ്പത്തേക്ക് എറണാകുളത്തെ വർക്ക് കഴിഞ്ഞ് വാപ്പിയും വന്ന് അവന്മാരും വന്ന്. ഇതാണ് എന്റെ വാപ്പിയും ഉമ്മയും. പെട്ടെന്ന് അൺഫോർച്ചുനേറ്റ്ലി അപ്പൊ പ്ലാൻ മാറ്റി നമുക്ക് നേരെ സിൽക്കൺ ഹൈപ്പർ മാർക്കറ്റിൽ പോയിട്ട് 10K സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി. ഞങ്ങൾ 4 പേരും കൂടിയിട്ടാ പോയത്. ഒരു കുഞ്ഞു കേക്ക് ഒക്കെ വാങ്ങിച്ചിട്ട് 10K ഫാമിലി എന്നൊക്കെ എഴുതി. സത്യം പറഞ്ഞ നല്ല ഹാപ്പി ആയിരുന്നിട്ട് ഗൈസ്. പിന്നെ ഒരു ഫുൾ അൽഫാം മന്തി വാങ്ങിച്ച് അവിടെ നിന്ന് തന്നെ നമ്മൾ കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട്. റൈസിന്റെ ഒക്കെ നല്ല ഫ്ലേവർ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. ഗൈസ് ഇന്നലെ ഞാൻ Q&A ഇട്ടപ്പോ കുറെ പേര് എന്നോട് ചോദിച്ചു സ്കിൻ കെയർ മാമർത്ത് മാത്രമാണ് യൂസ് ചെയ്യണമെന്ന്. ഞാൻ സ്കിൻ കെയറിന്റെ കാര്യത്തിലാണ് മാമർത്ത് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ വൈറ്റനിങ് ക്രീം യൂസ് ചെയ്യേണ്ട. BB ക്രീം BB 9088. എനിക്ക് നല്ല ചേഞ്ചസ് ഉണ്ട്, നല്ല വിസിബിൾ ചേഞ്ചസ് ഉണ്ട്. ഞാനിപ്പോ ഒരു മാസം കഴിഞ്ഞ